വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്ലാസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സൺഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആൻഡ് മൈൻഡ്ഫുൾ ഡേ ആണ്. കുക്കിങ്ങും അതുപോലെ തന്നെ പാരൻറ്റിങ്ങും പിന്നെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫുൾ ഡേ 24/7 വർക്ക്ഡ് ആയിട്ടുള്ള ഒരു ദിവസം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സൺഡേയ്സാണ് ഞാൻ കൂടുതലായിട്ട് എന്നെ പാമ്പർ ചെയ്യാൻ ഞാൻ നോക്കാറ്. ഒരു വീക്ക് മൊത്തം വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ടയേർഡായിട്ട് സൺഡേ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ലൈക്ക് നന്നായിട്ട് മുടിയിൽ ഓയിൽ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കുറച്ച് നേരമൊക്കെ പിടിച്ച് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഓയിൽ ചെയ്യുമെങ്കിലും സൺഡേ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഭയങ്കര നമുക്ക് നല്ലതാണ്. ഒരാഴ്ച റീഫ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബ്രഷ് ചെയ്യണതിൻ്റെ മുന്നെയാണ് ഞാൻ തലയിലും എണ്ണയൊക്കെ തേച്ചിട്ട് സെറ്റായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബബ്ല ഞങ്ങളെ കണ്ടപ്പോൾ ഞാൻ അവളെ എടുത്തിട്ട് ഒന്ന് ഉറക്കി കൊടുത്തു. പിന്നെ പോയി ഫ്രഷായി ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ബെഡൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞിട്ട് ഇതുപോലെ ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ പുതപ്പൊക്കെ ഒന്ന് മടക്കിയിടും. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മൾ ഭയങ്കര ഒരു ഡിസിപ്ലിൻ മാനറിൽ സ്റ്റാർട്ട് ചെയ്താൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മൾ നീറ്റാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിൽ ഭയങ്കര പോസിറ്റീവ് സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിക്കോളും. നല്ലതാണ്. നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവാനും നമുക്കും നമ്മുടെ വീടിനും ഒക്കെ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവാൻ നമ്മളെപ്പോഴും നീറ്റാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മഴ പെയ്ത് ഒരു കുറച്ച് ദിവസത്തോളം മിറ്റം അടിക്കാണ്ട് ആകെ അലമ്പായി കിടക്കുകയാണ് നമ്മുടെ മിറ്റം. നമുക്ക് അടിക്കാൻ ആ സമയത്തൊക്കെ മഴ ഉണ്ടാവും. സൺഡേ ആയിട്ട് എന്തോ മഴ അവധി എടുത്തു, ലീവ് എടുത്തു. നമ്മളും മഴയും ഒന്ന് ഹോളിഡേ ആക്കി എടുത്തു തോന്നുന്നുണ്ട്. ഞാൻ എന്തൊക്കെയാണ് പറയണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിറ്റം ഒന്ന് അടിക്കാൻ നിന്നതാണ്. മിറ്റം ഒരു ഏകദേശമൊക്കെ ഒന്ന് ആയപ്പോഴത്തേനും എൻ്റെ ബബ്ലു നീറ്റ് വന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ നേരെ അമ്പലത്തിൽ പോയി. ഞാൻ വന്നിട്ട് ഇതേ മിറ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അമ്മ കിച്ചണിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ബബ്ലു ഇതേ ഇവിടെ ഞാൻ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേനും അമ്മ ബബ്ലുവിൻ്റെ പിന്നാലെ ഓടി വരുന്നുണ്ടായിരുന്നു. ബബ്ലും എന്നെ കരഞ്ഞ് ചോദിച്ച് ഞാനെവിടെ അമ്മയുടെ ചോദിച്ചിട്ട് ഓടി വന്നിട്ട് എന്നെ അടുത്തേക്ക് വന്നു. പിന്നെ ഞാൻ അവിടെ അടുത്ത് നിന്ന് അവളൊന്ന് പാമ്പർ ചെയ്ത് TV വെച്ചിട്ട് അവിടെ ഇരുത്തി. എന്നാലേ പണികളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസമാണ് അച്ഛൻ്റെ അമ്മയുടെ ബെഡ്ഷീറ്റൊക്കെ ഞാനൊന്ന് കുടഞ്ഞൊക്കെ ഇടുക. എനിക്ക് അല്ലാത്ത സമയം ടൈം കിട്ടിയില്ല എല്ലായിടത്തും എത്താൻ. അപ്പം അമ്മയുടെ അച്ഛൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് ബബ്ലു ഇതേ ഇവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. ഇടയ്ക്ക് അവൾക്ക് മനസ്സിലായി ഞാൻ ഫോൺ താഴ്ത്തി വെച്ചപ്പോൾ അമ്മ വീഡിയോ എടുക്കുന്നുണ്ട്. അവൾ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഫോണൊക്കെ അവൾ എടുത്ത് പോയിട്ടാണ് അവൾ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അടിച്ചു വാരി തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാനും ബബ്ലും കൂടിയിട്ട് നമ്മൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പാല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളായിട്ട് പാലെടുക്കാൻ പോവാണ് കേട്ടോ. അതേപോലെ ബബ്ലു അമ്മയ്ക്ക് പാല് കൊടുത്തു. അമ്മ ദേ ഇവിടെ മീൻ കറി റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പം തേങ്ങ അരയ്ക്കായിരുന്നു കേട്ടോ മിക്സിയിൽ. അതുപോലെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അരി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോയി വേഗം ഫ്രഷായി. പിന്നെ ഒന്ന് മുടിയൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ടവലൊക്കെ എടുത്ത് മുടിയൊക്കെ ഒന്ന് ഉണക്കി. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ സ്കിൻ കെയറും കൂടിയും ചെയ്തു. നമ്മൾ സൺസ്ക്രീമും മോയ്സ്ചറൈസറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടു. ഒന്ന് സെറ്റായി. പിന്നെ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്തു.
പിന്നെ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ അമ്മ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചപ്പാത്തിയിലേക്കുള്ള. പിന്നെ മീൻകറി ഇവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ എനിക്കൊരു ചായയും ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ ഉണ്ണിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഫ്രഷ് ആകുമ്പോഴത്തേനും അമ്മയും ഉണ്ണിയും കൂടിയിട്ട് TV റൂമിലിരുന്നിട്ട് അമ്മ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് തന്ന ചായയിൽ മധുരം ഉണ്ടായിരുന്നില്ല. കാരണം അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ അമ്മ ഷുഗർ ഇടാറില്ല. അപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ട് അത് കലക്കിയിട്ട് ബിസ്ക്കറ്റും കൂട്ടി കഴിക്കാൻ പോകട്ടെ. ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ബിസ്ക്കറ്റ് ചെറുപ്പം തൊട്ടുള്ള ശീലമാണ്. ചായ ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കൂട്ടി ചായ കുടിക്കുക. അപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ നോക്കി നിന്ന് ചായയൊക്കെ കുടിക്കുകയായിരുന്നു ഗൈസ്. അത് പിന്നീട് ഞാൻ ചോറിനുള്ള വെള്ളം ചൂടായപ്പോൾ വേറെ അരി എടുത്തു. ഒരു 4 ഗ്ലാസ് അരി എടുത്ത് അത് നന്നായിട്ടൊന്ന് കഴുകി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അരി ഇട്ടതിന് ശേഷം വെള്ളത്തിലിട്ടതിന് ശേഷം ഞാൻ നേരെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആട്ടപ്പൊടി എടുത്തു. പൊട്ടിച്ച പൊടിയും അതുപോലെ തന്നെ കുറച്ച് പാത്രത്തിലുണ്ടായിരുന്നു, അത് രണ്ടും എടുത്ത് കുഴയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഴയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു എളുപ്പം നന്നായിട്ട് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് സ്പൂണോ അല്ലെങ്കിൽ കയ്യിലോ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ കുഴച്ചെടുക്കാൻ പറ്റും. അതിനിടയിൽ ഞാൻ ബബ്ലു എന്താ ചെയ്യണമെന്ന് നോക്കി. അവൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ചോറ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി നോക്കും അവൾ ഓക്കെ അല്ലേന്ന്. തൊട്ടടുത്ത് തന്നെയാണ് ലിവിങ് റൂം. അപ്പോൾ നേരെ അവിടെ പോയി നോക്കുമ്പോൾ അവളെ കാണാനുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ച് കഴിഞ്ഞ് ഇതുപോലെ അങ്ങനെ ഒന്ന് പരത്തി ഇതാക്കിയെടുക്കും. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് എടുത്ത് അങ്ങനെ ഇതാക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ കുഴച്ചിന്ന് വീണ്ടും ഉരുളാക്കി ഇതാക്കുമ്പോൾ ടൈം പോകും. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം എടുക്കുക, ഇങ്ങനെ പരത്തുക, നേരെ ചൂടുക, അത്ര തന്നെ. ചപ്പാത്തിയൊക്കെ ആയപ്പോൾ നമ്മൾ നേരെ ചപ്പാത്തി അതുപോലെ തന്നെ കറിയും മേശമ്മ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ബബ്ലു ഇവിടെ ഇരുന്നിട്ട് അവളുടെയും അവളുടെ അച്ഛൻ്റെയും വീഡിയോ കാണുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പായസം വടയും ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ അവൾക്കത് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛന് ഭക്ഷണം എടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചപ്പാത്തിയും കറിയും ഉരുളൻകിഴങ്ങ് കറിയാണ്, അതും അച്ഛന് കൊടുത്തു. പിന്നെ അമ്മ ഇവിടെ അലക്കുന്നുണ്ട്. അപ്പോൾ അലക്കുന്നത് നോക്കിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് വടയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അച്ഛനൊരു ചായ വെച്ച് തരുമോ ചോദിച്ചപ്പോൾ ചായയും വെച്ച് കൊടുത്തു. അച്ഛന് ചായ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എന്താ പറയുക, നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഊറ്റണ പരിപാടിയും ഒപ്പം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ബബ്ലുവാണ് വിളമ്പി തരുന്നത്. അവൾ വിളമ്പി ഞാൻ അവസരം മതി നിർത്ത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടാ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബബ്ലുവിനെ ഉറക്കാൻ പോവാണ് ഞാൻ. ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞേ. ഓക്കെ ബൈ. See you.
അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഞാൻ മടക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ടൈം സ്ലാബിലിട്ടിട്ട് കാണിച്ചേട്ടാ. അത് കഴിഞ്ഞിട്ട് ബബ്ലുവിൻ്റെ ഡ്രസ്സ് അവളുടെ കൊട്ടയിലും അതുപോലെ തന്നെ എൻ്റെത് ഞാൻ കബോർഡിലും സെപ്പറേറ്റ് എല്ലാം ഒതുക്കി ഷെൽഫിൽ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ കഴുകാനുണ്ടായിരുന്നു, വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അമ്മ ഫുള്ള് രാവിലെ അമ്മയുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിറയ്ക്കുന്ന ശേഷം വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിടുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ എനിക്ക് ഓഫീസിലത്തെ വർക്കുകൾ പെൻഡിങ് ഉള്ളതൊക്കെ ഞാൻ തീർക്കായിരുന്നു. കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയാതിരുന്നതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കുന്നുണ്ടായിരുന്നു. തിങ്കളാഴ്ച വർക്കിന് വേണ്ട കുറച്ച് ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു, സർവീസ് പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ള് സമയം കിട്ടുമ്പോഴൊക്കെ അത് വരയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വർക്കൊക്കെ ചെയ്തു. എന്നിട്ട് അത് ഫിനിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ ഉച്ചയാകുമ്പോൾ കുറച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്മ ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയിട്ട് അതൊരു വീഡിയോ എടുക്കണ്ടേ, അപ്പം ഞാൻ പോയി വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ബബ്ലുവിന് ചോറ് കൊടുക്കണം. അപ്പോൾ ബബ്ലുവിന് ചോറ് കൊടുത്തതിന് ശേഷം ഞാനും ചോറിന്നു. അപ്പോൾ ഞാൻ ടി വി ഒക്കെ കണ്ടു. കുറച്ച് നേരം ആവേശം സിനിമ കുറച്ച് കണ്ടു കേട്ടോ. ഫുഡ് കഴിക്കുന്ന ആ ഒരു നേരം കണ്ടു. അത് കഴിഞ്ഞിട്ട് ബബ്ലും അമ്മയും അച്ഛനും കൂടിയിട്ട് അമ്മാമ്മയുടെ അവിടേക്ക് പോയി. ഞാൻ ബാക്കി വർക്കുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഡാൻസിന് പോയി 4:30. അത് കഴിഞ്ഞിട്ട് ഒരു 6-7 മണിയാകുമ്പോഴാണ് ഞാൻ റിട്ടേൺ വന്നത്. അപ്പോൾ അച്ഛൻ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെ നാളേക്കുള്ള കറികൾക്കുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണി അവിടെ ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പോയി ഫ്രഷായി ഒരു ചായ കുടിച്ചു. അങ്ങനെയാണ് അന്നത്തെ. എന്ത് കഴിഞ്ഞാലും വൈകുന്നേരത്തും രാവിലെ ഒരു ചായ ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ ഒരു നേരം ഒരു ചായ ഉണ്ടാവും ഉറപ്പാണ്. അപ്പോൾ ഞാൻ എന്താ കഴിക്കാനുള്ളത് നോക്കിയിട്ട് പിന്നെയും ബിസ്ക്കറ്റ്. അപ്പോൾ ബിസ്ക്കറ്റും ചായ വെച്ചിട്ട് വീണ്ടും വൈകുന്നേരം എൻ്റെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വീണ്ടും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. കംപ്ലീറ്റ് ചെയ്തിട്ട് സാറുമാർക്ക് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകാമെന്ന് വിചാരിക്കും. ഇതിൻ്റെ ശേഷം ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പം ഞാൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ബാഗ് എടുത്ത് വയ്ക്കാനുള്ള പുറപ്പാടാണ്. ബാഗ് എടുത്ത് വെച്ചു. പിന്നെ ഉണ്ണിനൊന്ന് ഇറക്കി. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇത് എൻ്റെ അന്നത്തെ ദിവസത്തെ ബാക്കിയുള്ള കറികളൊക്കെ ഒന്ന് പാത്രത്തിലാക്കി എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ സൺഡേ എൻ്റെ പ്ലാന്റ്സ്, മണി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ വെള്ളം മാറ്റുക, വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ കലം തേച്ച് കഴുകി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതേ അമ്മ നാളേക്കുള്ള കറിക്കുള്ള ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ നല്ല വീഡിയോസായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായോ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. 1K അടിപ്പിക്കണം നമുക്ക്. ഓക്കെ, താങ്ക് യു.